തുടരും കണ്ടില്ല അണ്ണൻ. കണ്ടിട്ടില്ല. ജയിലിൽ പോയ ആള് ഞാൻ പോയാലും വളരെ രസമുണ്ട്. നല്ല സൂപ്പറാന്നാ പറഞ്ഞ ജയിലല്ലേ. നല്ല ഉഗ്രം ഫുഡാണ്. മെനു എന്ന് പറഞ്ഞു ആരാ കൂടിയിരിക്കുന്നത്? 3 ആയിരം എല്ലാം ഉണ്ട്. എല്ലാം വെച്ചിട്ട് രാവിലെ ഉപ്പുമാവും ഗ്രീൻ മസാല, ഇല്ലെങ്കിൽ ചപ്പാത്തിക്കും കടലക്കറി. പിന്നെ ചില ദിവസം ബിരിയാണി ഉണ്ടാവും, ചില ദിവസം ബിരിയാണി ഉണ്ടാവും, ചില ദിവസം മട്ടൺ, ചില ദിവസം മീനാണ്. പിന്നെ സിനിമ കാണാം, ചെസ് കളിക്കാം, ക്യാരംസ് കളിക്കാം. തനിക്ക് ഇതെല്ലാം കളിക്കാൻ അറിയോ? എനിക്ക് ചെസ് കളിക്കാൻ അറിയാം. ചെസ് കളിക്കാൻ അറിയോ? എനിക്ക് എല്ലാം കളിക്കാൻ അറിയാം. ചെസ്സാണ് കളിച്ചത്. പിന്നെ ലൈബ്രറി ഉണ്ട്, ബുക്ക് വായിക്കാം. വിവേകാനന്ദന്റെ ഫിലോസഫി, വിവേകാനന്ദ ഫിലോസഫി. പിന്നെന്താണ്, പിന്നെ എല്ലാം ഫെസിലിറ്റി ഉണ്ട്. എല്ലാം ഒരു ഡിസിപ്ലിൻ ലൈഫാണ്. 6 മണിക്ക് എണീക്കണം, 9 മണിക്ക് ഉറങ്ങണം. പോലീസുകാരനും മര്യാദയ്ക്ക് നല്ലുണ്ട്. പിന്നെ ഡേ ടൈമിൽ ഉറങ്ങാൻ പറ്റും. എനിക്ക് ഒരു നെഗറ്റീവ് ഞാൻ കണ്ടില്ല. പഴയ ജൈവമൊന്നുമല്ല, അവിടെ താമസിച്ചല്ല. ഇപ്പൊ ആൾക്കാർ മഴയിൽ വരുമ്പോ ജയിലിലേക്ക് പോവാണ്. മഴ വരുമ്പോ ജയിലിലേക്ക് പോവാ. സുഖമായ ജീവിതം, ഒരു ചടവുമില്ല, കറണ്ട് ഫുൾ ടൈം, മറ്റേ എന്താണ് ഫാന് എല്ലാം ഉണ്ട്. ഞാൻ ഒരു ബുദ്ധിയില്ല. പിന്നെ റുട്ടീൻ ലൈഫാണ്, അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ക്ഷീണിച്ചു പോയി. പിന്നെ കൂടുതൽ ആൾക്കാർ അടിപൊളിയാണ്. കൂടുതൽ ആൾ ഇയാളുടെ അതിന്റെ പേരെന്താണ്, വിനായകന്റെ കൂട്ടുകാരൻ്റെ കൂടെ ഇരുന്നത് കമ്മട്ടിപ്പാടം. വിനായകനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അറസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ മറ്റേ കൊല്ലത്തെങ്ങാണ്ട് അതൊരു മറ്റേ ബഹളം വെച്ചെന്നുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട്. ഭയങ്കര വിവരമാണ് ഈ ക്രിമിനൽസിനല്ല. കള്ളനായിട്ട് പോയിരുന്ന എന്നാ വിവരം അറിയോ? എൻസൈക്ലോപീഡിയാണ്. എന്തൊക്കെയാ പറയാനറിയാം. ആര്? എന്റെ കൂടെ ഇരുന്ന കള്ളൻ. കള്ളനോ? എൻസൈക്ലോപീഡിയ എന്നാ വിവരം. ലോയിന് മുഴുവൻ പറയാണ്. എല്ലാ ലോ ആൾക്കാർക്കും മോഷ്ടിച്ചിട്ട് വന്നാണ്. അതിൽ എന്തൊക്കെ ലോ പോയിന്റ്സ് പറയാൻ അറിയാം. നല്ല വിവരം, പോലീസുകാരൊക്കെ വിവരമുള്ള കള്ളൻ. പോലീസുകാർ നല്ല പെരുമാറ്റേ. പണ്ടത്തെ പോലീസുകാരല്ലേ 5ാം ക്ലാസ് പഠിക്കാൻ അവരുടെ അടി ഇടിയാണ്. പിന്നെ ഇപ്പോഴത്തെ എല്ലാം അങ്ങനെ കുഴപ്പമില്ല. അല്ല, എന്നാലും ഇവിടുത്തെ പോലീസുകാരൊക്കെ വിവരമുള്ള കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോലീസ് എങ്ങനെ കള്ളനെ പിടിക്കും? അതിലൊരു ആളുടെ നല്ല ഗ്ലാമറുള്ള ആൾ. ഞാൻ അടുത്ത ടോവിനോ അല്ലെങ്കിൽ അടുത്ത മമ്മൂട്ടിയാണോ. ക്രഷ് അടിച്ചോ? ഇല്ല, നല്ല ഒരു ആണാണ്. അവിടെ പെണ്ണുങ്ങൾക്ക് പേടിയില്ല. പിന്നെ കുളി, ടോയ്ലറ്റ് പോയല്ല. കുളിയെല്ലാം പണ്ടില്ല, ഇന്ന് തന്നെ കുളിച്ചല്ല. 12 എല്ലാ ദിവസവും കുളിക്കും. ബാത്റൂമിൽ നീറ്റാണ്. ക്ലീനിങ് ഒക്കെ ആരാ പിന്നെ നമ്മുടെ ബാലണ്ണൻ അവിടെ വന്നിട്ട് എന്തോ ക്യാരം ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് കാണിച്ചില്ലേ ഒരു ചെയ്താണ് അവിടെ വരുമെന്നല്ല. എന്നാ സബ്ജക്ട് അത് എന്നെ വരുന്നതല്ല, അവൻ എങ്ങാനും ചെന്ന് കയറുമെന്ന് പേടിച്ച് അവൻ ചെയ്യുന്ന ഇതൊക്കെ. പുള്ളി അവിടെ ചെല്ലുമ്പോൾ കളിക്കാൻ ചെസ് കളിക്കാൻ അവിടെ ചെസ് ബോർഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ ചെസ് കളിക്കാൻ എന്തായാലും അറിയാൻ പാടില്ല. ബോധം ബുദ്ധിയുള്ളവർ കളിക്കുന്ന കളിയില്ലേ ചെസ്. അതറിയാൻ പാടില്ലാത്തതുകൊണ്ട് ക്യാരംസ് കളിച്ചേക്കാം. ഇതാകുമ്പോൾ അടിച്ച് കുഴി കയറ്റി ആ സീനാ. പാട്ട് വൈകുന്നേരം ആകുമ്പോൾ പാട്ട് കേൾക്കാം, സിനിമ പാട്ട് കേൾക്കാം. എവിടെ? ജയിലില്ല. അതെങ്ങനെ കേൾക്കും? സ്പീക്കറിൽ ഇടുമോ? എനിക്ക് മനസ്സിലായി ഇത് ഗവൺമെന്റ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. ഇത് ചിലവാണ്. എന്ത് ചിലവ്? എത്ര രൂപ ചിലവാണ് ഇത്? വേണം ഒരു ഹോസ്റ്റലിൽ പോയി ജീവിക്കുന്ന പോലെയാണ്. സ്കൂളിൽ ഹോസ്റ്റലിൽ പോയില്ലേ, നല്ല ചിട്ടായ ജീവിതം, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഒരാണ് എല്ലാം ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ആണ്. ഞാൻ അവിടെ ഒരു കള്ളം പറയാം. 10 പേര് ഒരു സെല്ലിൽ എല്ലാം MDMA ആണ്. എല്ലാം നല്ല ശുചിത്വമാണ്, നീറ്റായി ക്ലീനാണ്. MDMA ആണോ? ചില ചില വെറുതെ വിട്ടുപോയതാണ് കള്ളത്തിന് കാണിച്ചത്. ഒരാളെ അടിച്ചു, അത് അടുത്ത പെണ്ണ്, ആ പെണ്ണ് കള്ളക്കേസ് കൊടുത്തു, അവരെ അടിച്ചു വന്നു. അടിക്കുമ്പോൾ കറക്റ്റായിട്ട് അടിക്കണം അല്ലേ? അടി നല്ല അടി അടിച്ചു കഴിഞ്ഞാൽ അവിടെ എമ്പുരാണെങ്കിലും കാണിക്കട്ടെ. ഞാൻ കണ്ടില്ല, ഞാൻ നേരത്തെ കണ്ട. എനിക്ക് ഒരു കഷ്ടപ്പെട്ട കണ്ട കാണാൻ വയ്യ. അതൊക്കെയാ ജയിലിൽ ഇരുന്ന് കാണുന്നത്. അവര് നന്നാവും. പിന്നെന്താണ് ഈ സിനിമയൊക്കെ കാണിച്ച് ഇറക്കി വിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മളവിടെ നടക്കുമ്പോൾ ജയിലിലെ ആൾക്കാർ ഫാൻസ് ആറാട്ടം അവിടെ ഭയങ്കര ഫാൻസാണ്. അവരുടെ കയ്യിലൊക്കെ കാണിക്കണം. അവിടെ ഫാൻസ് പോലീസുകാർക്ക് എല്ലാം അറിയാം.
ആറാട്ടനോട് ആർക്കും വിരോധമൊന്നുമില്ല. അടിപൊളിയായി. അതെന്താണ് പെണ്ണുങ്ങളുണ്ടായിരുന്നില്ല. അത് മാത്രമേ പെണ്ണുങ്ങളല്ലാതെ അവിടെ അങ്ങ് താമസിക്കാതെ വരില്ല. പിന്നെ ഒരു ക്രഷ് അടിച്ച് അല്ലേ? അങ്ങനെ സുഖ ജീവിതം. ജയില് മിക്സ്ഡ് ആക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഈ സെൻട്രൽ ജയിലാണെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലമാണ്. നടക്കാം. അങ്ങോട്ടാ ഇനി അടുത്തത് നടക്കാം. ആ കള്ളൻ എനിക്ക് എല്ലാം പറഞ്ഞു, ജയില് ലോയി എല്ലാം പറഞ്ഞു. എന്നാ വിവരം അറിയാം. അവന്റെ പേരെന്താ? വേണ്ട നല്ല വിവരമാണ്. നല്ല വിവരമാണ് അവരുടെ ആൾക്കാർക്ക്. അവർ ഈ ജയിലിൽ വരുമ്പോൾ ബുക്കെല്ലാം വായിക്കുന്നതിന്റെ ആയിരിക്കും. ബുക്കായി നല്ല ജീവിതാനുഭവമുണ്ട്. ലോ പോയിന്റ്സ് എല്ലാം അറിയാം. കാരണം ഒരു 5-6 തവണയെല്ലാം ജയിലിൽ വന്ന പാർട്ടീസാണ്. അവർ മഴക്കാലമെല്ലാം ആകുമ്പോൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടി വരുന്നതാണ്. അല്ലെങ്കിൽ പുറത്താളെ എന്ത് ചെലവാണ്? എത്ര രൂപ ചെലവാണ്? ജയിലിലിട്ടിട്ട് ഒരു കാര്യമില്ല. അണ്ണനെ കേട്ടുമ്പോ നിങ്ങൾ ഓർക്കണമായിരുന്നു. പോലെയാണ്. അണ്ണനെയാണോ ജയിലിലിട്ടത്? പണി കിട്ടിയത് കണ്ടോ? അണ്ണൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സത്യം മാത്രമല്ല അണ്ണൻ പറഞ്ഞു. 10 വർഷം മുമ്പ് മോശമാണ്, ഇപ്പോഴും ശരിയായതാണ്. ഇനിയിപ്പോ കുറെ പേര് ജയിലിലോട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പൊ അണ്ണന്റെ അഭിപ്രായം അനുസരിച്ച് ജയിലിലോട്ട് ജയിലൊക്കെ പൂട്ടുന്ന പുതിയ പരിപാടികളുമായിട്ട് പുതിയ ആളുകൾ വരാൻ പോവാണ്. ജയിലിന് ഫാൻസ് ആവും. എങ്ങനെ ഇരിക്കുന്നു? ഇത് ട്രീറ്റ്മെന്റ് ആണോ അവിടെ? ഇവിടെ എന്നെ അവസ്ഥ അതേക്ക് അങ്ങ് പൂട്ടിക്കോ. പരിപാടി ഇപ്പൊ അവസാനിപ്പിക്കുകയാണെങ്കിൽ വലിയ നാണക്കേട് ഉണ്ടാവില്ല. നിങ്ങൾ ഇനി ഒന്നുകൂടെ ഒന്ന് പിടിച്ചിടാവോ? ബാക്കി കാണിച്ചു തരാം. ഇനി എന്താ നടക്കാൻ പോകുന്നത്? നിങ്ങളെ കൊണ്ട് സ്റ്റേറ്റിനോടൊരു കാര്യം പറയട്ടെ. നിങ്ങളെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല അണ്ണൻ. പിടിച്ച് അകത്താക്കി എന്തെങ്കിലും ആക്കി കളയാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലീസുകാരെ കൊണ്ട് ഉണ്ടാക്കാതെ വിചാരിച്ചോളാം. ജയിലാണത്ര ജയില്. അങ്ങനൊന്നല്ല. അത് തന്നെ അച്ചടക്കമുള്ള ജീവിതം കിട്ടും. പൂക്കോയി സീനില്ലേ മോഹൻലാൽ ഇങ്ങനെ വന്നിട്ട് പോലീസുകാരെ കൊണ്ട് എന്നെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോളാം എന്ന് പറയുന്ന സാധനമല്ലേ മറ്റേ സീൻ. ആ സീൻ നമുക്ക് കട്ട് ചെയ്തിട്ട് അണ്ണൻ വന്ന് മറ്റേ എന്നോട് അവിടെ കൂടുതൽ അണ്ണന്മാർ പറയാണ്, ഇറങ്ങുമ്പോൾ ഒരു ബോജിൽ ഇറങ്ങിയ പോലെ മാലിൽ അറേഞ്ച് ചെയ്യുമ്പോൾ കാല് വെക്കുന്നുള്ള സാഹചര്യ ജാക്കറ്റിൽ കാല് വെച്ച്. അയ്യോ കഷ്ടമുണ്ട്. ഇറങ്ങിയപ്പോൾ വീഡിയോ ഒക്കെ ഓടുകയായിരുന്നു. അണ്ണൻ പക്ഷെ നീറ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്ത്. അവിടെ ഒന്നും അലമ്പാൻ നിന്നില്ല. അതിൽ നന്നായി. പക്ഷെ ഞാൻ നോക്കിയിട്ട് തന്നെ ജാമ്യത്തിലെടുക്കാൻ ആരും വരാതെ അവിടെ ഇരുന്നിരുന്ന് ലാസ്റ്റിൽ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞിറക്കണമാണ്. ആണെന്നേ ഇത് വലിയ കാര്യത്തിൽ പിടിച്ചോളൂ. എന്നെക്കാട്ടി വലിയ കള്ളന്മാരെല്ലാം പുറത്തിറങ്ങി നടക്കണം. അല്ല താൻ പെട്ട ആൾക്കാർ എല്ലാം കള്ളക്കേസാണ്. താനും കള്ളക്കേസാ. ഇയാളെ കേസ് എന്താ? താൻ എന്താ ചെയ്തേ ഒന്ന് പറഞ്ഞേ. പറയാനില്ല. അതെന്നെ പറയാത്തെ. ഞാൻ പറയാൻ തോന്നുന്നു ചില നടികൾ ചില നടികൾ താൻ പറയണ്ട, ഞാൻ പറയാം. ചില നടികൾ വേശ്യകളാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ചില നടികൾ ഒന്നും പറ്റുന്നില്ല. അതിനകത്ത് മലയാളം നടി എന്ന് പറഞ്ഞിട്ടില്ല, ഇന്ത്യൻ നടി എന്ന് പറഞ്ഞിട്ടില്ല. അത് ആ പറയണ്ടെന്നേ. ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. ഇത് കഴിഞ്ഞിട്ട് വേശ്യകളെന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് എ പ്രൊഫഷൻ. താൻ ഈ കാര്യം നാളെ ഒരു പോസ്റ്ററോ സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. അല്ല പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്താണ് പ്രോസ്റ്റിറ്റ്യൂഷൻ പ്രൊഫഷൻ ആണെന്ന്. അപ്പൊ അതുപോലുള്ള ഒരു കാര്യം ഏതാണ്ട് വലിയ മോശമായിട്ടുള്ള ഒരു മോശമാക്കുന്ന എങ്ങനെയാ ശരിയാകുന്നത്? അങ്ങനെ മോശമാണെന്ന് വിചാരിക്കുന്നവരാരാ? അവർക്ക് എന്തോ പ്രശ്നമില്ലേ? അതെ അതെ, അവര് മനുഷ്യരെ വേറെ വേറെ ആയിട്ട് കാണുന്നവരാണോ? അതെ, സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ വേറെ വരുത്തി കാണുന്നത്. കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീ എന്ന് പറയുന്നവർക്ക് ഒരു സാധനമാണോ അത്? അതെ അതെ അതെ, കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് ഇപ്പൊ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സ്ത്രീകളെ ഇഷ്ടമല്ല. അതിന് അണ്ണൻ അല്ല പോട്ടെ, അണ്ണൻ ഇപ്പൊ ചില നടികൾ ഡോക്ടർമാരാന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരാതി കൊടുക്കുമോ? അങ്ങനെ പരാതി കൊടുക്കുന്നുണ്ടോ? അപ്പൊ പിന്നെ എന്തിനാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ? കോടതി ഇവിടെ ഇന്ത്യൻ ലോ അല്ലേ നമ്മളൊക്കെ അറിയേണ്ടത് അല്ലേ? ചില നടിമാർ ലോയേഴ്സ് ആണെന്ന് പറയുന്നു. ഉടനെ ഇവരൊക്കെ കൊണ്ട് കേസ് കൊടുക്കുവോ? ലോയേഴ്സ് അല്ലാത്ത സ്ത്രീകൾ കേസ് കൊടുക്കും. അതെ, അല്ലെങ്കിൽ ലോയേഴ്സ് ആയ സ്ത്രീകൾ കേസ് കൊടുക്കും. അതെ. ഇല്ല, ഇനി അത് പറ്റും. ആർക്കാ കൊടുക്കാൻ പറ്റുന്നറിയോ? ഈ ഒരു ഇപ്പൊ പഴയ ഒരു നടി പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ നടിക്ക് ഇത് കേട്ടപ്പോ, ഇത് എഴുതുന്ന കണ്ടപ്പോ അവർക്ക് എന്തോ ഇയാൾ താത്തി പറയുന്ന പോലെ തോന്നിയാൽ അവർക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. അവർ പറയണം, ഞാൻ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ആളാണ്, എന്നെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിൽ ആണ് അണ്ണന്റെ പോസ്റ്റ്. എനിക്ക് എന്നാലും പ്രശ്നമുണ്ട്. ഏത് നടി അവർക്ക് തോന്നുകയാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇകഴ്ത്തി കാണിക്കാന്ന് പറയാൻ പറ്റില്ല. ശരിയാ ശരിയാ, ഏത് നടി അത് പറഞ്ഞ് ഇകഴ്ത്തി കാണിക്കാൻ പറ്റില്ലല്ലോ. പറ്റത്തില്ല, അതൊരു ജോലിയാണ്. ശരിയാ. ഈ
സിനിമ, അതായത് നടികളായിരിക്കുന്ന ചിലർ ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് വളരെ വൃത്തികെട്ട പണിയാണ് എന്ന് ആറട്ടെണ്ണം പറഞ്ഞിരുന്നെങ്കിൽ റോങ്ങാണ് അല്ലേ? അത് മാത്രമേ റോങ് ഉള്ളൂ. അല്ലാത്ത പക്ഷേ ഇയാളെ എന്തിന് ഇത്രയും ദിവസം പിടിച്ചിട്ടെന്നുള്ളതിന് എന്തുവാണോ എനിക്കറിയില്ല. വേറെ കംപ്ലൈന്റ് വല്ലതും കൊടുത്തിട്ടുണ്ടോ അറിയാവോ? IT ആക്ട് എന്ന് പറഞ്ഞ് മനസ്സിലായി, പക്ഷെ അതിനകത്ത് എന്തൊക്കെയാ മെൻഷൻ ചെയ്തേക്കുന്നത്? ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരൊറ്റ പോസ്റ്റേ ഉള്ളോ? തന്റെ കംപ്ലൈന്റിന്റെ കോപ്പി കിട്ടിയോ? കോപ്പി ഉണ്ടോ വീട്ടില? അപ്പൊ കോപ്പിയൊക്കെ എടുത്ത് കാണിച്ചിട്ടേ തിരിച്ച് ഡീഫമേഷൻ ഒക്കെ പിന്നീട് ഫയൽ ചെയ്യാനുള്ളതാ. തന്റെ കേസ് തള്ളിപ്പോവും. അതിന് തിരിച്ച് ഫയൽ ചെയ്യാൻ നേരത്ത് വേണ്ട പോലെ ചെയ്യണം. മനസ്സിലായോ? തന്നെ ഇത്രയും ദിവസം ബുദ്ധിമുട്ടിച്ചതിന് എല്ലാവർക്കും കൊടുക്കണം തിരിച്ച്. അല്ല, തന്റെ കേസ് നിൽക്കത്തില്ലെന്നേ. ഈ പറഞ്ഞ കാര്യം എങ്ങനെ എന്തുവാണോ ഇവര് കാണിച്ചത്? അത്രേ ഉള്ളൂ ശരിക്കും. എനിക്കറിയത്തില്ല. ഞാൻ ഓർത്ത് വേറെ പരാതിക്കാർ കുറെ പേരിങ്ങ് വന്നെന്ന്, വേറെ എന്തൊക്കെ പരാതിയായിട്ട് അങ്ങനെ വിചാരിച്ചേ. അപ്പൊ ആ കംപ്ലൈന്റ് ഒന്ന് കാണിക്കണം കേട്ടോ. സൂപ്പർ ആയിരിക്കും ഇത്. ഇത് നല്ല രസമായിരിക്കും. ജയിലിൽ പോകുമ്പോ ജയില് കൊള്ളാന്നേ പറയാവൂ. അല്ല, അവിടെ അങ്ങനെ വേണോടോ? ഇതൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തേക്കുമല്ലേ? ഇത് ആര് പ്രൊവൈഡ് ചെയ്തത്? എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിലോട്ട് പോകാനുള്ള എന്താണ് ഒരു താല്പര്യം ആളുകളിൽ നേരത്തെ ഉണ്ടെന്നല്ലേ അണ്ണം പറയുന്നത്. മഴ വരുമ്പോ ആൾക്കാർ കേറുന്ന സ്ഥലമാണ് ജയില്. ചുരുക്കാൻ വേണ്ടി ആളുകൾ ജയിലിൽ പോകുന്ന ചെലവ് ചുരുക്കാൻ വേണ്ടി. അല്ല, നീ നാട്ടിൽ പലരും പോകുന്നുണ്ടോ? എനിക്കറിയാം. പലർക്കും പണിയില്ല, വേലയില്ല, കൂലിയില്ല എന്ന് പറയുമ്പോൾ എന്തിനു തല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ സബ് ജയിലിൽ പോയി കിടക്കും. അപ്പൊ ഒരു 10-15 ദിവസം അങ്ങ് പോകും. മനസ്സിലായോ? 24 മണിക്കൂർ ഫാൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാം ലൈറ്റ് ഉണ്ടാ, ഫാൻ ഉണ്ടാ, ഫുഡ് ഉണ്ടാ, എല്ലാം ഉണ്ടാ. കാരംസ് കളിക്കാം, സിനിമ കാണാം, പാട്ട് കേൾക്കാം, കളിക്കാം, ബിരിയാണി, ചിക്കൻ. ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നേ? ചോറാണോ? ചോറ്, രസം, ചോറ്, മോര്, ചില ദിവസം മീൻ, ചില ദിവസം ബിരിയാണി, മട്ടൺ, പിന്നെ ആഴ്ച ഒരിക്കൽ ബിരിയാണി. ബീഫ് കിട്ടുമോ? ബീഫില്ല, മട്ടണാണ്. ചിക്കനോ? ചിക്കൻ നല്ലത്. ചിക്കൻ ഫ്രൈ കിട്ടുമോ? പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഗവൺമെൻറ് നടത്തണം? നല്ല രൂപ ചിലവുണ്ട്. ഇത് പറഞ്ഞാൽ ഒരു റീഹാബിലിറ്റേഷൻ, അതാണ് നടക്കുന്നത്. ഇത് റീഹാബിലിറ്റേഷൻ അല്ല, ഇത് വിചാരണ. പണിഷ്മെന്റ് അല്ല, പണിഷ്മെന്റ് അല്ല, ജയിലല്ല. മറ്റു സെൻട്രൽ ജയിലാണെങ്കിൽ അവിടെ തനിക്ക് എന്താ മനസ്സിലായോ? ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ ജയിലിൽ നിർത്തുന്നതിന്റെ ഇങ്ങനെ സബ് ജയിലിൽ നിർത്തുന്നതിന്റെ പർപ്പസ് എന്താ? അതായത് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിലാണ് അങ്ങനെയൊക്കെ പിടിച്ചെടുത്ത്, അല്ലെങ്കിൽ ഇയാൾ ഓടിപ്പോകാൻ സാധ്യതയോ അല്ലെങ്കിൽ കൊണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അണ്ണനെ പോലെ ഒരാള് ആരെ സ്വാധീനിക്കുന്ന പറയുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അണ്ണനെ ഓടി അവിടം വരെ ഓടും. അതുമല്ല, അണ്ണനാണെങ്കിൽ ഇതുവരെ ആ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ചാർജ് തീരുന്ന റേഞ്ചിനപ്പുറം പോയിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ പിടിച്ച് എറണാകുളം സബ് ജയിലിൽ കൊണ്ടുപോയി അടച്ചു എന്നൊക്കെ പറയുന്നത് ഭയങ്കര മഹത്തരമായ ഒരു തീരുമാനമായി പോയി. ഭയങ്കരമായി പോയി. സൂപ്പർ. ഒരു സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടിയായി പോയി. ഒരു 10 വോട്ട് കിട്ടും. ലഷ്കർ-ഇ തോയ്ബ 10 വോട്ട് കിട്ടും. 10 കിട്ടും. ഒരെണ്ണം അണ്ണന്റെ ആയിരിക്കും. 9 എണ്ണം പുറത്തുനിന്ന് ഒരെണ്ണം അണ്ണന്റെ ആയിരിക്കും. അതൊക്കെ ആയിക്കോട്ടെ. ഇന്ത്യയും പാകിസ്ഥാനും മാറായ നമുക്കെന്താ? ദിവസം പേപ്പർ വായിച്ചു. ഡെയിലി കുളിയെ 12 ദിവസം അടുപ്പിച്ച് കുളിച്ചു. അതിന്റെ കുളിയില് കുറവായ. കുളി കുറവാണെന്നോ? പക്ഷെ ക്ഷീണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നീറ്റായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇല്ല, ക്ഷീണിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ ക്ഷീണിക്കാൻ കാര്യം? ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല, പ്രഷറായിരുന്നു, മാനസികമായിട്ട്. അവസാനം എങ്ങനെ ഇറങ്ങിയാൽ മതി എന്നായി ബോഡിക്കാണ്. അങ്ങനെ അപ്പോഴാണ് എനിക്ക് റുട്ടീൻ ലൈഫ് ഇഷ്ടമല്ല. റുട്ടീൻ ലൈഫ് ഇഷ്ടമുള്ള നമുക്ക് രസപ്പെടും. ഓരോ കൃത്യമായിട്ട് ചെയ്യാം. അല്ല, കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ? കമ്മട്ടിപ്പാട് എന്ന സിനിമയില്ല, അതിലെ ആൾക്കാരുടെ അവിടെ ഉണ്ടായി. അയ്യോ, വിനായകൻ അറിയാം. അതാരൊക്കെയാണ്? ഇല്ല, ചില ഒറീസല്ല, അതല്ല ഭാഷ അറിയില്ല. മറ്റേ അവരായിരിക്കും. ആരാന്ന് മനസ്സിലായോ? മട്ടാഞ്ചേരി മാഫിയ ആയിരിക്കും. മട്ടാഞ്ചേരി മാഫിയ. ഇപ്പൊ സിനിമ ഷൂട്ടിംഗ് അല്ലെ ജയിലിലേക്ക് പോകണം. കാരണം സൈൻ ടോം ചാക്കോ, കാല് ശ്രീമൺ എല്ലാം ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഒന്ന് പോയി സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുവെച്ചാണ്. ലൊക്കേഷൻ ഉണ്ട്. ലൊക്കേഷനൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊരു അടിപൊളി. അടിപൊളി. അവിടെ ഫാൻസിയർക്ക് കുറവൊന്നുമില്ല. ജയിൽ ഇഷ്ടമായോ? കൊള്ളാമോ? എല്ലാവരും എക്സ്പീരിയൻസ് ഇനി പോകുന്നുണ്ടോ? എല്ലാവരും എക്സ്പീരിയൻസ് ആവും. വൺ ടൈം വാച്ചബിൾ ആണെന്നാ പറയുന്നത് ജയില്. വൺ ടൈം വാച്ചബിൾ ആണ് ജയിലെന്ന്. ലാഗ് ഉണ്ട്. അവസാനമായപ്പോ ചെറിയൊരു ചെറുതായിട്ട് ക്ലൈമാക്സ് കുറച്ച് കഴിഞ്ഞിട്ടാ മതി. കുറച്ച് എക്സ്റ്റെൻഡ് പോയി. ഒരു ദിവസം എക്സ്റ്റെൻഡ് പോയി. ഒരു റിമാൻഡ് ഒക്കെ ആണെങ്കിലും ഓക്കെ. 14 days ഒക്കെ ആണെങ്കിൽ നമുക്ക് ലാഗില്ല. എന്റർടൈനിങ് ആണല്ലേ, ഫണ്ണാണ്. തുടരുമോ ഒന്നും അല്ലല്ലോ. തുടരും
തുടരിന് മുമ്പിൽ ഒന്നുമല്ല. പക്ഷെ അണ്ണനെയൊക്കെ ജയിലിലിടുന്ന സീനൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സിനിമയാക്കിയാലേ അതൊരു കോമഡി പടമല്ലേ അല്ലേ? അതൊരു കോമഡി സിനിമയായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അതൊരു കോമഡിയാണ്, മനസ്സിലായോ? അല്ല അതിനകത്ത് വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു തറ കോമഡി, ഒരു ചീപ്പ് തേർഡ് റേറ്റ് കോമഡി മൂവി. അണ്ണനെ പോലെ ഒരാളെ ഇങ്ങനത്തെ ഒരു സാധനം വിളിച്ചിട്ട് കേസാക്കി അത് FIR ഇട്ട് പോലീസിന്റെ സമയം കളഞ്ഞ് ഈ സംവിധാനം മൊത്തം അതിന് വേണ്ടി പ്രവർത്തിച്ച് ഡീസൽ അടിച്ച് വണ്ടിയൊക്കെ ഓടിച്ച് അവിടെ വരെ പോയില്ലേ? അത് ഇയാളെ ജയിലിനകത്ത് അവിടെ താമസിപ്പിച്ച് അയാൾക്ക് ചെലവും കൊടുത്ത് ഇത്രയും ദിവസം അവിടെ നിർത്തിയില്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്തെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. പരിപാടി നടന്നിട്ടില്ല. അതല്ല, അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അതൊരു പ്രശ്നമാണ്. അതെങ്ങനെ പ്രശ്നമാണ്? ഈ സാധനം പ്രശ്നമാണ്, ഇപ്പഴല്ലോ പരിപാടി അവതരിപ്പിച്ചത് തെറ്റാണ്. അതാണ് ഇനിയാണ് പ്രശ്നം വരാൻ പോകുന്നത്. ഇനിയാണ് യഥാർത്ഥ പ്രശ്നം വരുന്നത്. അയ്യോ, ആ കംപ്ലൈന്റ് ഒന്ന് കാണണം കേട്ടോ. കംപ്ലൈന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പ്രശ്നം ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ ഇറക്കരുത്. എന്തൊരു മണ്ടക്കാ. ഞാനത് അങ്ങോട്ട് വരാൻ ഞാൻ പലരോടും പറഞ്ഞു കേട്ടോ, അങ്ങോട്ട് പോവല്ല. അല്ല, എനിക്കിതിനെ കംപ്ലൈന്റ് കൊടുത്തത് പൊട്ടത്തരമാണ്. അത് ഇതിനേക്കാൾ പൊട്ടത്തരമാണ്. അത് എന്നറിയോ, ഞാനിങ്ങനെ പറഞ്ഞു ആറാട്ടനെ പിടിക്കുന്നവരൊക്കെ കൂടോത്രം ചെയ്യുന്ന പോലെ നരകത്തിലിട്ട് ചൂടും, കത്തിക്കും, തീർന്നു പോകത്തേ ഉള്ളെന്നൊക്കെ പറഞ്ഞു. മുടിഞ്ഞു പോകത്തില്ല അങ്ങനെയൊക്കെ പറയത്തില്ലേ? ഇപ്പൊ പൊട്ടും തേങ്ങ ഇങ്ങനെ അതുപോലെ പറഞ്ഞ വീഡിയോക്കകത്ത് അതിനനുസരിച്ച് അവര് എന്നിട്ട് പരാതി കൊടുത്തേക്കോ ഞാൻ ഭീഷണിപ്പെടുത്തിന്നൊക്കെ. പിന്നെ എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ ഭീഷണിപ്പെടുത്തലാണോ? അതൊക്കെ അങ്ങനെയൊക്കെ ഭീഷണി മനസ്സിലാവില്ലേ? പക്ഷെ ഞാനത് കോമഡി അവരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാൻ ഈ മിത്തിനിട്ടാ പറഞ്ഞത്. വേറൊരു കോമഡി നമ്മൾ അവരെ ഉദ്ദേശിച്ചില്ല. കൊള്ളത്തൊന്നും ഇല്ലടൂ, അങ്ങനെ വലിയ പടമൊന്നുമില്ല. തുടരും. വീട്ടിൽ വന്നോ? എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ പേഴ്സണൽ അവിടെയാണ്. അല്ല, അതൊക്കെ അത് തരുമല്ലോ. ഞാൻ അണ്ടർവേഡ് ആത്തോണ്ട് എനിക്ക് പോലീസ് നാളെ സ്വഭാവം എപ്പോഴും അവിടെ ഒരു പോലീസുകാരൻ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. എന്തോ കാര്യമാണ്. എന്താല്ലേ ചുമ്മാ ഓരോ അവരുടെ ജോലിയല്ലേ, അവർക്ക് ഇതൊക്കെയല്ലേ ജോലി. പോലീസുകാർ നല്ല പെരുമാറ്റേ ജോലിയായി ഇതല്ലാതെ എന്തോന്ന്. അല്ല, ഈ സിസ്റ്റത്തിനകത്തെ കുഴപ്പങ്ങളാ. ജോലി അവരവരുടെ ജോലി ചെയ്യുന്നത്. അവർക്ക് അതേ ജോലിയുള്ളൂ, അവർക്ക് വേറെന്ത് ജോലിയുള്ള. ഇതാണ് ജോലി. പോലീസുകാരെ നന്നായിട്ട് പെരുമാറും. അപ്പൊ പിന്നെ നമുക്കറിയാലോ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്ന് പറയത്തില്ലല്ലേ. ഒരു പോലീസുകാർ പറയാം നമ്മൾ ഇയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ തോന്നുന്നില്ല ഇരിക്കും കഴിഞ്ഞാൽ എല്ലാവരും ജയിലിലായിരിക്കും. നമ്മൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും ജയിലിലായിരിക്കും. അതും ശരിയാ, അതും ശരിയാ. അത് ബോധം വെളിവുള്ള പോലീസുകാരനായിരിക്കും പറഞ്ഞത്. പോലീസുകാരനാണല്ലോ അത്. നമുക്ക് മനസ്സിൽ തോന്നുന്നതിൽ ഇരിക്കും എല്ലാവരും ജയിലിലായിരിക്കും. അതെ, മനസ്സിൽ തോന്നുന്ന എഴുതാനും പാടില്ല, പറയാനും പാടില്ല. അപ്പൊ അതെന്ത് നിയമം? പക്ഷെ അണ്ണൻ പറഞ്ഞതിനകത്ത് കുഴപ്പമുള്ളതായിട്ട് എനിക്കൊന്നും തോന്നി. അണ്ണൻ പറഞ്ഞതിനകത്ത് കുഴപ്പം കണ്ടെത്തി. അല്ല, അതെ വീഡിയോ ആലോചിച്ച് വൈകിട്ട് ഞങ്ങൾ അതിനിടയ്ക്ക് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടോ ഇതിനെപ്പറ്റി പറയുന്നത്? ഈ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ വാക്കൊക്കെ അല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ മോശമായി. എങ്ങനെ എടോ, അത് മോശമല്ലേന്നല്ല. ഞാൻ ബാലയ്ക്കെതിരെ പരാതി കൊടുത്തപ്പോ എന്നോട്, അതായത് കമ്മീഷൻ ഓഫീസിന് മുന്നേ പറഞ്ഞുതരാം. അതായത് അവൻ ബാല കമ്മീഷൻ ഓഫീസിന്റെ താഴെ വന്ന് പ്രസ് മീഡിയയോട് മൊത്തം പറഞ്ഞു അവനെ ഇതുപോലെ വീഡിയോ ഇട്ട് അവനെയൊക്കെ അടിക്കും, ഇടിക്കും, തൊഴിക്കുമെന്ന് പറഞ്ഞു. എനിക്കെതിരെ പരാതി കൊടുത്തവൻ താഴെ നിന്ന് അടിക്കും, ഇടിക്കും, തൊഴിക്കുമെന്ന് പറയുന്നത് ആരെ ആയിരിക്കും? എന്നെ ആയിരിക്കത്തില്ലേ? അപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറയാം അത് നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണ്, പേരെടുത്ത് പറഞ്ഞില്ലെന്ന്. അതായത് എനിക്കെതിരെ ഓൾറെഡി ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്, കേസുണ്ട്, പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും അവൻ പരാതി കൊടുക്കാൻ പോയത് എൻ്റെ പേരില്ല. അത് കഴിഞ്ഞ് എൻ്റെ അല്ലെന്ന് പറഞ്ഞ പോലീസാണ്. ഇതിനകത്ത് താനപ്പോൾ ആരുടെ പേരാണ് പറഞ്ഞത്? ഈ നടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓട്ടെ, മലയാളം നടി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയും പറഞ്ഞിട്ടില്ല. എഴുതി വെച്ചതല്ലേ ഉള്ളൂ. ചില മിക്കവരും വേശ്യകളാണെന്ന് എഴുതി. ഈ വേശ്യ എന്ന് പറയുന്നത് തെറ്റല്ലെന്നേ. പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ല, പിന്നെ വാക്കിന് എന്തെങ്കിലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് മറ്റേ കിളവി എന്ന് പറയാമെന്ന് പാടില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഇത്രയും വലിയ സംഭവം ആക്കണേ എന്തിനാ? പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. നോൺ കോഗ്നിസബിൾ ഒഫൻസ്.
അപമാനിക്കലാകുക. അതെങ്ങനെ സ്ത്രീ മാത്രമാകുന്നത്? പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സ്ത്രീ മാത്രമാണോ? ഓ, നടികൾ എന്ന് പറഞ്ഞു. ആണെങ്കിൽ പോലും ഇതെങ്ങനെ അപമാനകരമാവുന്നത്? എങ്ങനെ അപമാനമല്ല, ഇത് ആണും പെണ്ണും ട്രാൻസ്ജെൻഡറും ഒരുപോലെ ചെയ്യുന്ന ഒരു തൊഴിലാണ്. എന്നുവെച്ചാൽ ആ തൊഴിൽ അത് പ്രൊഫഷനാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്നവരെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരാ വന്നത്? അപ്പോൾ അവരല്ലേ ഇവരെ അപമാനിക്കുന്നത്? ആരാ അപമാനിക്കുന്നത്? അപ്പോൾ സ്ത്രീകളല്ലേ? അതായത് ഇങ്ങനെ പറയുകയാണെങ്കിൽ കേസ് കൊടുക്കാം. എങ്ങനെ മറ്റേ ചില വേശ്യകൾ സിനിമാ നടിമാരാണ് എന്ന് അങ്ങനെ പറയാനും പറ്റത്തില്ല. ഇല്ല, എന്താ അവിടെ ചില ഡോക്ടർമാർ സിനിമാ നടികളാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്? അല്ല, ചിലപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാത്തായിരിക്കും. അതെങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്നേ? അത് ഓക്കെ, ഞാൻ പറയാം, പറ്റും. എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നൊരു നടി ഇപ്പോൾ ഉണ്ട്, അവരെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിലാണ് അണ്ണൻ പറയുന്നതെങ്കിൽ അപ്പോൾ ഈ പ്രശ്നമില്ല. അപ്പോൾ മറ്റേതുപോലെ ആവും. അതായത് സിഗരറ്റ് വലിക്കുമ്പോൾ പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ, സിഗരറ്റ് വലിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പോൾ പ്രാർത്ഥിക്കാമല്ലോ, നമുക്ക് വലിക്കുന്ന സമയത്ത്. പ്രാർത്ഥിക്കുമ്പോൾ സിഗരറ്റ് വലിക്കാമോ എന്ന് ചോദിക്കുന്ന പരിപാടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ്. അത് കൊള്ളാതെ സിഗരറ്റ് വലിക്കുമ്പോഴേ പ്രാർത്ഥിക്കാം, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ സിഗരറ്റ് വലിക്കരുത്. അത് കൊള്ളാം. അതാണ് അവസ്ഥ. അപ്പോൾ അതിന് ചെറിയ കുഴപ്പമുണ്ടെണ്ണ. അത് നമുക്ക് പിന്നീട് വേണ്ട രീതിയിലൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും കംപ്ലൈൻ്റ് ഒന്ന് കാണണ്ടേ, ബാക്കി നമുക്ക് തിരിച്ച് ഇതിന് പറയണ്ടോ എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളെ. അപ്പം ശരി.